ഇമാൻ ഇന്ന് കോളറൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരുന്നത് അല്ലേ? അതെ, കഴുത്ത് തിരിയത്തില്ല, സ്റ്റിഫായി പോയി കഴുത്തായിരുന്നു. ഓപ്പറേഷൻ പറഞ്ഞതാണ്. എന്നായിരുന്നു ഓപ്പറേഷൻ? വരുന്ന ചൊവ്വാഴ്ച ഓപ്പറേഷൻ. അപ്പം കഴിഞ്ഞ ചൊവ്വാഴ്ച ഓപ്പറേഷൻ നടക്കേണ്ടതാണ്. ഓപ്പറേഷൻ കയറ്റിയപ്പോൾ ഹൈ പ്രഷറായി, അങ്ങനെ ഓപ്പറേഷൻ മാറിപ്പോയി. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഹല്ലേലൂയാ, ഇവിടെ വന്നു. വരുമ്പോഴും എനിക്ക് ഇവിടെ വരുന്നത് അറിയാൻ പാടില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇവിടെ ബ്രദറിൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് രക്ഷ കിട്ടും എന്നുള്ള അവരുടെ വിശ്വാസം കൊണ്ട് അവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ എന്നെ കയറ്റി വിട്ടത്. ഇവിടെ വരുമ്പോഴും ഈ ചിറ്റടി ഞാൻ കേട്ടിട്ടില്ല, പ്രാർത്ഥന കേന്ദ്രത്തെക്കുറിച്ച് ബ്രദറിനെക്കുറിച്ച് അറിയുമില്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഇവിടെ വന്നു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സൗഖ്യം കിട്ടുന്നു പറ്റും അത്ര വലിയ ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. ഇങ്ങനെ സൗഖ്യം കിട്ടുന്ന വലിയ ബോധ്യമൊന്നുമില്ല. അടുത്ത ചൊവ്വാഴ്ച ഓപ്പറേഷൻ നടക്കേണ്ട കഴുത്താണ്. ഇങ്ങോട്ട് കരുതുന്നത്, കഴുത്തൊക്കെ തിരിച്ച് കാണിച്ച് എല്ലാവരും കാണട്ടെ. മുന്നോട്ട് പുറകോട്ടൊക്കെ വെച്ച് ഇങ്ങനെ വെച്ച് പുറകോട്ട്. ഹല്ലേലൂയാ, ഒരത്ഭുത സൗഖ്യമാണ് ഈ കഴുത്തിന് കർത്താവ് നൽകിയത്. സാധാരണ ഇതിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, കഴുത്തിൻ്റെ ഈ ഭാഗം നട്ടലൊക്കെ ഓപ്പറേഷൻ ചെയ്താൽ പലപ്പോഴും തളർന്നു പോകുന്നുണ്ട്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം കളിച്ചപ്പടി ക്രിസ്ത്യനിലെ നമ്മുടെ ധ്യാനത്തിന് തളർന്നു കിടന്ന 4 പേര് നട്ടലിന് ഓപ്പറേഷൻ ചെയ്താൽ അതിൽ ചെറുപ്പക്കാർ വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് കഴുത്ത് ഓപ്പറേഷൻ, നട്ടൽ ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ധ്യാനമോ നല്ല ശുശ്രൂഷ കൂടി കർത്താവിൻ്റെ സ്പർശത്തിനുവേണ്ടി ആഗ്രഹിക്കണം. ചിലപ്പോൾ ആ ഓപ്പറേഷൻ എന്നേക്കായിട്ട് തളർന്നു പോകുന്നുണ്ട് പലരും. എനിക്ക് കിടക്കാനും എഴുന്നേക്കാനും ഒരു സഹായം ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴും എന്നെ കൈ പിടിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ഒരാൾ സഹായം വേണമായിരുന്നു. നടക്കണമെങ്കിൽ സഹായം കൂടെ നടക്കാൻ പറ്റുന്നുണ്ട്. Oh Jesus, you are my Lord.